എക്സൈറ്റേഷൻ ആൻഡ് റെസ്പോൺസസ്, അതായത് പാർട്ട് 1 ആയിട്ട്. അതിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? കുറച്ച് ബേസിക് കാര്യങ്ങളും ജസ്റ്റ് ഒരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക, ബിക്കോസ് ആ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു? എന്താണ് സ്റ്റിമുലൈ, അതുപോലെ റിസെപ്റ്റേഴ്സ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റിമുലൈ, പിന്നെ എന്താ ഡിസ്കസ് ചെയ്തത്? നമ്മുടെ പാർട്സ് ഓഫ് ന്യൂറോൺ, അതുപോലെ ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ, അതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മിസ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് ഈ ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ? അറിയുന്നവർ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമന്റ് സെക്ഷനിലോട്ട് വരാം, ഒരു ആൻസേഴ്സ് ഒന്ന് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് ഇടുക. നോക്കാലോ എത്ര പേർക്ക് നമുക്ക് ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടെന്ന്. ഓക്കെ അല്ലേ? ഈ ഒരു ആൻസർ അറിയാത്തവർ എന്ത് ചെയ്യുക, ആ വീഡിയോ ഒന്ന് നോക്കുക, കാരണം ഓൾറെഡി മിസ് അത് ഡീറ്റെയിൽ ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ആ ഒരു ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഒരു പാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും എനർജറ്റിക് ആയിരുന്നേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? നമ്മുടെ പാർട്സ് ഓഫ് ന്യൂറോണിന്റെ കേസിൽ നമ്മുടെ ഡെൻഡ്രോൺ ആണെങ്കിലും നമ്മുടെ ആക്സോൺ ആണെങ്കിലും എന്ത് ക്യാരി ചെയ്യുന്നുണ്ട്? ഇമ്പൾസസ് ക്യാരി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇമ്പൾസസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഹൗ ആർ ദിസ് ഇമ്പൾസസ് ജനറേറ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ത്രൂ ന്യൂറോൺസ്? എങ്ങനെയാണ് ഈ ഒരു ഇമ്പൾസസ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? അതല്ലേ നമുക്ക് നോക്കാനുള്ളത്. അത് അങ്ങോട്ട് നോക്കാം. The outer surface of the plasma membrane of the neuron is positively charged and the inner surface is negatively charged. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതാണ് നമ്മുടെ ന്യൂറോണിന്റെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഔട്ടർ സർഫസ് എങ്ങനെയാണുള്ളത്? പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് ഉള്ളത്. അതിന്റെ നെഗറ്റീവ് മെംബ്രെയിൻ എങ്ങനെയാണ്? നെഗറ്റീവ് സർഫസ് എങ്ങനെയാണ്? നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. ഒന്ന് നോക്കിയേ, ഇവിടെയാണ് ഔട്ടർ സർഫസ് എന്ന് പറയുന്നത്, അവിടെ എന്താണ്? പോസിറ്റീവ് ആണ്. അതുപോലെ ഇന്നർ സർഫസ് എങ്ങനെയാണ്? നെഗറ്റീവ് ആണ്. ദിസ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് അയൺസ്, സർട്ടൻ അയൺസ്. എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് എന്ന് പറയുന്നത്? സർട്ടൻ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് സർട്ടൻ അയൺസ് കൊണ്ടാണ് അതിന്റെ ഒരു വ്യത്യാസം വരുന്നത്. ഓക്കെ അല്ലേ? When stimulated, the distributions of ions in that particular part changes. എന്താണ് സംഭവിക്കുന്നത്? ഒരു സ്റ്റിമുലി വന്ന് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ തട്ടുന്ന സമയത്ത് അവിടുത്തെ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? Hence, the inner surface become positively charged and the outer surface become negatively charged. അതായത് ഇവിടെ പോസിറ്റീവ് ഉണ്ടായ ആ ഒരു ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ പോസിറ്റീവ് ഉള്ള ഈ ഒരു സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? നെഗറ്റീവ് ആയി മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നർ സർഫസ് എന്ത് ചെയ്യും? ആ നെഗറ്റീവ് ഉള്ളത് എന്ത് ചെയ്യും? പോസിറ്റീവ് ആയി മാറുന്നുണ്ട്. ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്, പെർമനന്റ് അല്ല. എന്താണ് അത്? അഡ്ജസ്റ്റന്റിലേക്ക് പോകുന്ന സമയത്ത്, അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ദിസ് momentary charge difference stimulates its adjacent parts and similar changes occurs there too. As this process proceeds, the impulses get transmitted as electric charge. എന്ത് സംഭവിക്കുന്നുണ്ട്? ഇത് ഇങ്ങനെ അഡ്ജസന്റ് അയോൺസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ വീണ്ടും അതിന്റെ പഴയ സ്റ്റേറ്റിലേക്ക് എത്തും. എന്ത് സംഭവിക്കും? ഇവിടെയുള്ള അയോൺ ചേഞ്ച് എന്ത് ചെയ്യുന്നുണ്ടാവും? ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നത്? ഇങ്ങനെ പ്രോസസ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇമ്പൾസസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇലക്ട്രിക് ചാർജ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ആസ് ഇലക്ട്രിക് ചാർജ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നെർവ് ഇമ്പൾസസ് ആർ മെസ്സേജസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ന്യൂറോൺസ്. ഇങ്ങനെയാണ് അത് എന്ത് ചെയ്യുന്നത്? ന്യൂറോൺസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? എന്താണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ, അതിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ന്യൂറോണിന്റെ പ്ലാസ്മ മെംബ്രെയിൻ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. ഇന്നർ സർഫസ് എന്ത് ചെയ്യുന്നത്? നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. അതായത് ഒരു സ്റ്റിമുലൈ വന്ന് പ്ലാസ്മ മെംബ്രെയിൻ തട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ഒരു പാർട്ടിക്കുലർ പാർട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചാർജ് ഡിഫറൻസ് സംഭവിക്കുന്നുണ്ട്. അതായത് ആ പോസിറ്റീവ് ഉള്ളത് എന്ത് ചെയ്യും? നെഗറ്റീവ് ആവും. നെഗറ്റീവ് ഉള്ളത് എന്ത് ചെയ്യും? പോസിറ്റീവ് ആവും. ഇതൊരു ടെമ്പററി ചേഞ്ച് ആണ്. എന്ത് ചെയ്യും? ഈ ഒരു ചാർജ് എന്ത് ചെയ്യും? ഈ ഒരു സൈഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ചാർജ് എന്ന് പറയുന്നത് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് എത്തും. അതായത് ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഇമ്പൾസസ് എന്താവുന്നുണ്ട്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഇലക്ട്രിക് ചാർജ് പോലെ, അതായത് ഇലക്ട്രിക് ചാർജ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇമ്പൾസസ് ആണ് എങ്ങനെ എത്തുന്നത്? നമ്മളെ ന്യൂറോൺസിലേക്ക് എത്തുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സിനാപ്സ്. എന്താണ് നമ്മുടെ സിനാപ്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ
between two neurons or a neuron and a muscle cell or a neuron and a glandular cell. അതെന്താണ്? ഒരു ജംഗ്ഷൻ ആണ്, രണ്ട് ന്യൂറോണിന്റെ ഇടയിൽ കാണുന്ന ഒരു ജംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു മസിൽ സെല്ലും ഒരു ന്യൂറോണിന്റെ ഇടയിൽ കാണുന്ന ഒരു എന്താണ് ജംഗ്ഷൻ ആണ്. അതും അല്ലെങ്കിൽ എന്താണ്? ഒരു ഗ്ലാൻഡുലർ സെല്ലും ഒരു ന്യൂറോണിന്റെയും ഇടയിൽ കാണുന്ന ഒരു ജംഗ്ഷൻ ആണ്. ക്ലിയർ ആയില്ലെങ്കിൽ മിസ് ഒരു ഫിഗർ പ്രൊവൈഡ് ചെയ്യാം. ഇതാണ് ഫിഗർ. ഇവിടെ എന്താണ് കാണുന്നത്? ന്യൂറോൺസ് കാണുന്നുണ്ട്. അതായത് രണ്ട് ന്യൂറോണിന്റെ ഇടയിൽ കാണുന്ന ജംഗ്ഷൻ ആണ് ആര്? നമ്മുടെ സിനാപ്സ്. അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ മസിൽ സെൽ, ഇതാണ് നമ്മുടെ ന്യൂറോൺ, ഇതിനിടയിൽ കാണുന്ന ജംഗ്ഷൻ ആണ് ആര്? സിനാപ്സ്. അതും അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഗ്ലാൻഡുലാർ സെൽ, ഇതാണ് നമ്മുടെ ന്യൂറോൺ, ഇതിനിടയിൽ കാണുന്ന ജംഗ്ഷൻ ആണ് ആര്? സിനാപ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്, ഒരു തവണ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഇത് അനലൈസ് ചെയ്യുക. ഓക്കെ അല്ലേ? അതാണ് സിനാപ്സ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, when electric impulses are from the axon reaches synaptic knob, certain chemical substances are secreted from there to the synaptic cleft. These chemical substances are called neurotransmitters. അതായത് നമ്മുടെ സിനാപ്റ്റിക് നോബ് പറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞു? അതെന്ത് സെക്രീറ്റ് ചെയ്യുന്നു? നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ ഇലക്ട്രിക് ഇമ്പൾസസ് എന്ത് ചെയ്യുന്നുണ്ട്? ആക്സോണിൽ നിന്നും സിനാപ്റ്റിക് നോബിലേക്ക് റീച്ച് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? സെർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ സെക്രീറ്റഡ്. എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഒരു കെമിക്കൽ സബ്സ്റ്റൻസസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അത് ക്ലെഫ്റ്റിലോട്ട് റിലീസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കെമിക്കൽ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട്. എവിടേക്ക്? സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക്. ക്ലിയർ അല്ലേ? ഈ റിലീസ് ചെയ്യുന്ന ഈ ഒരു കെമിക്കലിനെയാണ് നമ്മൾ എന്ത് പറയാ? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുക. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, they stimulate the adjacent dendrite or a cell and a new electric impulses are generated. അവർ എന്ത് ചെയ്യുന്നു? അവർ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു. ആരെ? അഡ്ജസെന്റ് ഡെൻഡ്രൈറ്റിനെ. അല്ലെങ്കിൽ ന്യൂ ഇമ്പൾസസ് ആര് ജനറേറ്റ് ചെയ്യിക്കുന്നുണ്ട്? നമ്മുടെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ക്ലിയർ അല്ലേ? അതിന്റെ എക്സാമ്പിൾസ് എന്താണ്? നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ എക്സാമ്പിൾ എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാർ ഇട്ട് വെച്ചോളൂ. ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് എന്താണ്? നമ്മുടെ അസറ്റൈൽ കൊളൈനും ഡോപ്പമൈൻ ആണ് അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അസറ്റൈൽ കൊളൈൻ ആൻഡ് ഡോപ്പമൈൻ, ഇതാണ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി സിനാപ്സ് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻസ് ഓഫ് ഇമ്പൾസസ്. അതായത് നമ്മുടെ സിനാപ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പൾസിന്റെ സ്പീഡും ഡയറക്ഷനും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ സിനാപ്സ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങൾക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറെ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് മിസ് ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത്. ആൻസേഴ്സ് വളരെ സിമ്പിൾ ആണ്, ഒന്ന് എല്ലാവരും ഫൈൻഡ് ഔട്ട് ചെയ്യാം. വാട്ട് ഈസ് സിനാപ്സ്? എന്താണ് നമ്മുടെ സിനാപ്സ്? ഡിഫൈൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഗീവ് എക്സാമ്പിൾസ് ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് സിനാപ്സ്? ഒന്ന് എല്ലാവരും ഒന്ന് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത്. എത്ര പേർക്കാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഒന്ന് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ. നമ്മുടെ ന്യൂറോണിന്റെ ടൈപ്സ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്, ന്യൂറോൺ can be classified into two. One is our sensory neuron and another is our motor neuron. അതായത് നമ്മുടെ ഇമ്പൾസസ് ഉണ്ടല്ലോ, അതിന്റെ ഡയറക്ഷന്റെ ബേസിസിൽ നമ്മുടെ ന്യൂറോണിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ സെൻസറി ന്യൂറോൺ, രണ്ട് നമ്മുടെ മോട്ടോർ ന്യൂറോൺ. ഇതാണ് നമ്മുടെ രണ്ട് ന്യൂറോൺസിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെൻസറി ന്യൂറോൺ. എന്താണ് സെൻസറി ന്യൂറോൺ എന്ന് വെച്ചാൽ? ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇവ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇമ്പൾസസിനെ ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലോട്ടും ക്യാരി ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ സെൻസറി ന്യൂറോൺ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ മോട്ടോർ ന്യൂറോൺസ് ആണ്. ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഇമ്പൾസസിനെ നമ്മുടെ വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് എത്തിക്കുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ മോട്ടോർ ന്യൂറോൺസ് ചെയ്യുന്നത്. ഈ ന്യൂറോൺസിന്റെ കേസിൽ നമ്മൾ ആലോചിക്കേണ്ടത് MSR
ആണ്. നമ്മുടെ MS ധോണിനെ ഒന്ന് ആലോചിക്കാം. M എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടോ ന്യൂറോൺ ആണ്. S എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസറി ന്യൂറോൺ ആണ്. എന്ത് ചെയ്യാം, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നെർവ്സ്. എന്താണ് നെർവ്സ് എന്ന് വെച്ചാൽ, നെർവ്സ് ആർ ദ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് ഓർ നെർവ് ഫൈബേഴ്സ്. അതായത് നമ്മൾ ആക്സോൺ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, നെർവ്സ് എന്ന് പറയുക. നെക്സ്റ്റ്, ദേ ആർ കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂസ്. അവ എങ്ങനെയാണ് കവർ ചെയ്തിട്ടുള്ളത്, കണക്റ്റീവ് ടിഷ്യൂസ് വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് 2 പോയിന്റ് ആണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. ഒന്ന്, നെർവ്സ് എന്ന് വെച്ചാൽ എന്താണ്, they are the group of axons or nerve fibers. Second point, they are covered by connective tissues. അതാണ് നമുക്ക് നെർവ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചിട്ടുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് നെർവ്സിന്റെ ടൈപ്സ് പഠിക്കാനുണ്ട്, പെക്യുലാരിറ്റീസ് പഠിക്കാനുണ്ട്, ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് നെർവ് സെൻസറി നെർവ്, അതുപോലെ സെക്കൻഡ് നെർവ് മോട്ടോ നെർവ്. ന്യൂറോണിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻസറി ന്യൂറോൺ, അതുപോലെ മോട്ടോ ന്യൂറോൺ. ഓർമ്മയില്ലേ MS എന്ന് പറഞ്ഞതൊക്കെ? ഓക്കെ, നമ്മുടെ തേർഡ് നെർവ് ആണ് നമ്മുടെ മിക്സഡ് നെർവ്. അപ്പൊ നമുക്ക് 3 നെർവ്സ് ആണ് ഉള്ളത്, സെൻസറി നെർവ്സ്, മോട്ടോ നെർവ്സ്, അതുപോലെ മിക്സഡ് നെർവ്സ്. എന്താണ് അതിന്റെ പെക്യുലാരിറ്റീസ്? സെൻസറി നെർവ്, ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ്. സെൻസറി നെർവ് ഫൈബേഴ്സ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, നമ്മുടെ സെൻസറി നെർവ്. അങ്ങനെയാണെങ്കിൽ മോട്ടോ നെർവ് എന്താണ്, ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് മോട്ടോ നെർവ് ഫൈബേഴ്സ്. നമ്മുടെ മോട്ടോ നെർവ് ഫൈബേഴ്സ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, മോട്ടോ നെർവ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മിക്സ്ഡ് എന്താണ്, പേര് തന്നെ ഉണ്ട്, അതായത് നമ്മുടെ സെൻസറിയും മോട്ടോറും ഒന്നിച്ചു കൂടിയതാണ് നമ്മുടെ മിക്സ്ഡ് നെർവ്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ് ആൻഡ് മോട്ടോ നെർവ് ഫൈബേഴ്സ്. ക്ലിയർ അല്ലേ? സെൻസറി എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് എ സെൻസറി നെർവ് ഫൈബേഴ്സ്, ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ്. മോട്ടോന്റെ കേസിൽ എന്താണ്, ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് മോട്ടോ നെർവ് ഫൈബേഴ്സ്. മിക്സഡിൽ എന്താണ്, ഓൾറെഡി നെയിമിൽ തന്നെയുണ്ട്, ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ് ആൻഡ് മോട്ടോ നെർവ് ഫൈബേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഫംഗ്ഷനിലേക്ക് കടക്കാം. ഫംഗ്ഷൻസ്, ഫസ്റ്റ് വൺ ഈസ് സെൻസറി നെർവ്. അതിന്റെ ഫംഗ്ഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അതായത് നമ്മുടെ വേരിയസ് പാർട്സ് ഓഫ് ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പൾസസിനെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ആരെത്തിക്കുന്നുണ്ട്, നമ്മുടെ സെൻസറി നെർവ് ഫൈബേഴ്സ് എത്തിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മോട്ടോ നെർവ് എന്താണ്, ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു ദ വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിലുള്ള ഇമ്പൾസസിലേക്ക് വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് എത്തിക്കുന്നത് ആരാണ്, നമ്മുടെ മോട്ടോ നെർവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിക്സഡ് നെർവ് എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രോ ഫ്രം ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അതായത് രണ്ടും, ടു ആണ് അതുപോലെ ഫ്രമോ ആണ്. അതായത് നമ്മുടെ വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡിയിലേക്കും എത്തിക്കുന്നുണ്ട്, അതുപോലെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിലേക്ക് ആരെത്തിക്കുന്നുണ്ട്, നമ്മുടെ മിക്സ്ഡ് നെർവ് ഫൈബേഴ്സ് എത്തിക്കുന്നുണ്ട്. അതായത് ഇത് വളരെ സിമ്പിൾ ആണ്. എന്താണ് ആൻസേഴ്സ് ഒക്കെ അതിന്റെ പേരിൽ തന്നെ ആൻസേഴ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നു. അത്രക്കും സിമ്പിൾ ആണ്. ക്ലിയർ ആയില്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റം. അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഒന്ന് നമ്മുടെ ബ്രെയിൻ ആണ്, മറ്റൊന്ന് നമ്മുടെ സ്പൈനൽ കോഡ് ആണ്. അതിൽ ബ്രെയിനെ പറ്റി ഒന്ന് നോക്കിയാലോ? ഓക്കെ, ബ്രെയിൻ എന്താണ് ബ്രെയിൻ, അതായത് നമ്മുടെ തലച്ചോറ്, അതാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. ബ്രെയിൻ ഈസ് എ സെൻട്രൽ പാർട്ട് ഓഫ് നെർവസ് സിസ്റ്റം. അതായത് നമ്മുടെ നാഡീവ്യവസ്ഥയുടെ കേന്ദ്ര ഭാഗമാണ് ആര്, നമ്മുടെ ബ്രെയിൻ. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. തലയോട്, അതാണ് നമ്മുടെ സ്കൾ എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, സ്കളിന്റെ അകത്താണ് നമ്മുടെ ബ്രെയിൻ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് കവേർഡ് ബൈ മെനിഞ്ചസ്, എ 3 ലെയർഡ് മെംബ്രെയിൻ. അത് എന്തുകൊണ്ടാണ് കവർ ചെയ്തിട്ടുള്ളത്, നമ്മുടെ ബ്രെയിൻ ഒരു 3 ലെയർഡ് മെംബ്രെയിൻ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മെനിഞ്ചസ് എന്ന് പറയുന്നത്. അതുപോലെ ഇതാണ് നമ്മുടെ സ്കൾ, അതായത് തലയോട് എന്ന് പറയുന്ന ഭാഗമാണ് അത്. Next, the cerebrospinal fluid is filled within the inner membranes of meninges and the ventricles of the brain. അതായത് നമ്മുടെ ventricles of the brainലും നമ്മുടെ inner membranes of meningesലും എന്ത് ഫിൽ ആയിട്ടുണ്ട്, നമ്മുടെ cerebrospinal fluid. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ്,
The cerebrospinal fluid is formed from the blood and reabsorbed in the blood. എവിടെയാണ് ഈ ഒരു cerebrospinal fluid ഫോം ചെയ്തത്? എവിടെ നിന്നാണ്? നമ്മുടെ ബ്ലഡിൽ നിന്ന് തന്നെയാണ് നമ്മുടെ cerebrospinal fluid ഫോം ചെയ്യുന്നത്. അത് മാത്രമല്ല, അത് റീഅബ്സോർബ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ബ്ലഡിൽ തന്നെയാണ് നമ്മളത് റീഅബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് നോക്കാനുണ്ട്? ഇതിന്റെ ഫങ്ഷൻസ്, ഈ ഒരു cerebrospinal fluidന്റെ ഫങ്ഷൻസ് കൂടി നമുക്ക് നോക്കാനുണ്ട്. എന്താണ് ഈ cerebrospinal fluidന്റെ ഫങ്ഷൻസ്? They are to provide nutrients and oxygens to the tissues of brain. അതായത് നമ്മുടെ തലച്ചോറിന് എന്ത് ആവശ്യമാണ്? ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ ആവശ്യമാണ് അല്ലെ? അത് വർക്ക് ചെയ്യണ്ടേ? പ്രോപ്പറായി വർക്ക് ചെയ്യാൻ എന്ത് ആവശ്യമാണ്? നമുക്ക് ന്യൂട്രിയൻസും ഓക്സിജൻസും ആവശ്യമാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ cerebrospinal fluid ആണ്. മാത്രമല്ല, ഇറ്റ് റെഗുലേറ്റ്സ് പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ. അതായത് നമ്മുടെ ബ്രെയിനിന് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ cerebrospinal fluid ആണ്. പിന്നെ എന്താണ്? ആൻഡ് ടു പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്. അതായത് പരിക്കിൽ നിന്നും സംരക്ഷിക്കുന്നത് ആരാണ്? നമ്മുടെ cerebrospinal fluid. ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റാർ ഇട്ട് വെച്ചോളൂ. cerebrospinal fluid ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? cerebrospinal fluid എന്താണ്? അത് ഇന്നർ മെംബ്രെയിൻസ് ഓഫ് മെനിഞ്ചസിലും അതുപോലെ വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിനിലാണ് കാണപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡിൽ നിന്നാണ് അത് ഫോം ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു? ആൻഡ് ഇറ്റ് ഈസ് റീഅബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. അത് നെക്സ്റ്റ് നോക്കുന്നത് നമ്മുടെ ഫങ്ഷൻസ് ആണ്. എന്താണ് ഫങ്ഷൻസ്? ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻസ് ടു ദ ടിഷ്യൂസ് ഓഫ് ബ്രെയിൻ. മാത്രമല്ല, റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനകത്ത് പ്രഷർ ആര് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ cerebrospinal fluid റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ് നിന്നും ആര് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബ്രെയിനിനെ നമ്മുടെ cerebrospinal fluid പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ cerebrospinal fluid ഇമ്പോർട്ടന്റ് ആണ്. ഓൾറെഡി നമ്മൾ എന്ത് പഠിച്ചു? ബ്രെയിനെ പറ്റി കുറച്ച് പഠിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആൻസേഴ്സ് എല്ലാവരും ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യോ? പെട്ടെന്ന് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് ആൻസേഴ്സ് ഒക്കെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫ്ലൂയിഡ് ഈസ് ഫിൽഡ് വിത്തിൻ ദ ഇന്നർ മെംബ്രെയിൻസ് ഓഫ് മെനിഞ്ചസ് ആൻഡ് വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ. ഏത് ഫ്ലൂയിഡ് ആണ് നമ്മൾ പഠിച്ചത്? ബ്രെയിനിന്റെ കേസിൽ നമ്മൾ ഒരു ഫ്ലൂയിഡ് ആണ് പഠിച്ചത്. അത് ഏതാണ്? cerebrospinal fluid. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. നെക്സ്റ്റ്, വാട്ട് ഈസ് cerebrospinal fluid? ഇത് എങ്ങനെയാണ്? എന്താണ് ഈ ഒരു cerebrospinal fluid? ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതായതാണ്, ഇറ്റ് ഈസ് ദ ഫ്ലൂയിഡ് ഫിൽഡ് വിത്തിൻ ദ ഇന്നർ മെംബ്രെയിൻസ് ഓഫ് മെനിഞ്ചസ് ആൻഡ് വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ. മറ്റൊന്ന് എന്താണ്? ഇറ്റ് ഈസ് ഫോം ഫ്രം ദ ബ്ലഡ് ആൻഡ് റീഅബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. അതാണ് അതിന്റെ ആൻസർ. നമ്മൾ ഓൾറെഡി ബ്രെയിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്സ് ഓഫ് ബ്രെയിൻ. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നമ്മളെ ബ്രെയിനിന്റെ പാർട്സ്. ഏതൊക്കെയായിരുന്നു? സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലിംഗേറ്റ. ഇതാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച പാർട്സ് അല്ലേ? അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത്. രണ്ട് പാർട്സും കൂടി നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. അതായത് ഹൈപ്പോതലാമസും തലാമസും പുതിയതായിട്ട് നമ്മൾ ഈ വർഷം പഠിക്കുന്ന ടേംസ് ആണ്. ക്ലിയർ ആയില്ലേ? നമ്മുടെ എന്തൊക്കെ പാർട്സ് ആണ് നമ്മുടെ ബ്രെയിനിലുള്ളത്? സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലിംഗേറ്റ, ഹൈപ്പോതലാമസ്, തലാമസ്. ഇതൊക്കെയാണ് നമ്മുടെ ബ്രെയിനിന്റെ പാർട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ബ്രെയിൻ ആൻഡ് നറിഷ്മെന്റ് ഓഫ് ബ്രെയിൻ. അതിന് എന്ത് സഹായിക്കുന്നുണ്ട്? നമ്മുടെ cerebrospinal fluid സഹായിക്കുന്നുണ്ട്. എന്താണത്? ഒന്ന് ഓർത്ത് നോക്കിയേ. എന്താണത്? എന്താണ് നമ്മൾ പറഞ്ഞത്? അതായത് ഇത് cerebrospinal fluid എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂട്രിയൻസും അതുപോലെ ഓക്സിജൻസും ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ടിഷ്യൂസ് ഓഫ് ദി ബ്രെയിനിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? നമ്മുടെ ബ്രെയിനിലുള്ള പ്രഷേഴ്സ് ഒക്കെ ആര് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ cerebrospinal fluid റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് എന്താ പഠിച്ചത്? ടു പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്. നമ്മുടെ ഇഞ്ചുറീസ് നിന്ന് ആര് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ cerebrospinal fluid പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് അതിന്റെ ആൻസേഴ്സ് ഒക്കെ. നമ്മൾ എന്താണ് ഇപ്പൊ ചെയ്തത്? അതായത് നമ്മുടെ ബ്രെയിനിന്റെ പിക്ചറും അതിന്റെ ലേബലിംഗ് ഒക്കെയാണ് നമ്മൾ നോക്കിയത്. നമുക്ക് ഇനി ഡിസ്ക്രിപ്ഷൻസ് പഠിക്കാനുണ്ട്. ഈ ഒരു ചാപ്റ്ററിന്റെ ഇനി ചെറിയൊരു ഭാഗം കൂടി നമ്മൾ പഠിക്കാനുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടവർക്ക് അവരെ കമന്റ്സ് എങ്ങനെയായിരുന്നു ക്ലാസ്, നിങ്ങൾക്ക് എൻഗേജിങ് ആയിട്ട് തോന്നിയോ? എന്ത് കമന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് സെക്ഷനിലോട്ട് വരാം. ഓക്കെ, എന്ത് ചെയ്യാം? മിസ്സിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യാം? മാക്സിമം വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ. നമ്മൾ പാർട്സ് ഓഫ്
ബ്രെയിൻ പഠിച്ചു കഴിഞ്ഞു, ബ്രെയിനെ പറ്റിയും പഠിച്ചു കഴിഞ്ഞു. അതായത് നമ്മൾക്ക് ബ്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ ലാബിൽ ചെയ്യാൻ പോലും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് പഠിക്കാനുള്ളത്? അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് പഠിക്കാനുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യും, അതായത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല ഈ ഒരു ചാപ്റ്ററിന്റെ ചെറിയൊരു പാട്ടും കൂടി ബാക്കിയുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് സെക്ഷനിലോട്ട് പോസ്റ്റ് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യും അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. മിസ്സിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, മാക്സിമം നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നല്ല മാർക്ക് വാങ്ങിക്കട്ടെ, എല്ലാവരും നല്ലോണം പഠിക്കട്ടെ. മിസ് ഒരു പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.